നമ്മൾ മസാല ഒക്കെ പുരട്ടി നല്ല ചിക്കൻ പീസ് തുട്ടിത്തുടാന്നിരിക്കുന്ന ചിക്കൻ പീസ് എടുത്തൊക്കെ വെച്ചു. ഒരു രക്ഷയില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കുറച്ച് കോമ്പൗണ്ട് ഉള്ളത്, അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വിശേഷങ്ങളും ഇപ്പോൾ ഏബലിനെ ഏൽപ്പിച്ചേക്കുവാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് കാണാം എന്തൊക്കെയാണ് അവൻ എടുത്ത് കൂട്ടിയേക്കുന്നത്. ഒരു രക്ഷയില്ല. കണ്ടോ ഗായ്സ്, മിന്നലുണ്ടോ? അതൊരു മിന്നൽ പോലെയുള്ള ജെറ്റാ. ഓ നോക്കിക്കേ, റോക്കറ്റ് ആയിരിക്കും. മമ്മി റോക്കറ്റാണോ? ഗായ്സ് മമ്മി പറഞ്ഞത് റോക്കറ്റാണ്. റോക്കറ്റാണോ ജെട്ടാണോ അറിയില്ല. ജെട്ടാ റോക്കറ്റ് തന്നെയാണ്. ഗായ്സിനൊന്നും കാണിച്ചു നോക്കട്ടെ. കണ്ടോ ഗായ്സ്, കണ്ടോ? ക്ലിയർ ആയിട്ട് എടുക്കുക. ജെറ്റിൻ്റെ ഇത് ഗായ്സ്, ജെറ്റ് പങ്ക് പറഞ്ഞു പോയേ. അങ്ങ് പൂച്ച പോലെ പറഞ്ഞ പോലെ. കണ്ടോ യുഎന്റെ ജെറ്റ് കണ്ടോ? ഒരു ടാറ്റ പറയാമോ? പക്ഷെ പറ്റില്ലല്ലോ. കണ്ടോ ഗായ്സ്, ടാറ്റ പറയാന്ന് പറഞ്ഞതാ, പക്ഷെ ഒന്നും കണ്ടില്ല. ടാറ്റ, ഹലോ, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ടാറ്റ. ആ മമ്മി ഇതെടുക്കാം. അമ്മി എന്റെ ഫ്രണ്ട്സിനൊന്ന് ജെറ്റ് കാണിക്കട്ടെ അമ്മി, തിരക്കം പിടിക്കാതെ. ജെറ്റ് പോയി. ഏബലിനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചതാണ്. ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അവനെ അതെങ്കിലും അത് ഏൽപ്പിച്ചത്. അപ്പോൾ അവൻ വേറെ എന്തൊക്കെയോ എടുത്തു, പക്ഷേ രസം ഉണ്ടായിരുന്നു. എനിക്കത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി തോന്നിയില്ല, അതാ പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചത്. പിന്നെ ഏഞ്ചുമാണ് വീഡിയോ ഒക്കെ എടുത്തത്. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഇത് ഞങ്ങൾ വീക്കെൻഡിലാണെങ്കിൽ ക്ലീൻ ചെയ്യാറ് പതിവാണ്, പക്ഷേ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഏറെ ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വന്നു. അപ്പം വേണ്ട ഓരോരോ ഭാഗങ്ങൾ നല്ല പൊടി കേട്ടോ. ഇത് എത്ര ക്ലീൻ ചെയ്ത് ഇന്നിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പൊടിയായിരിക്കും ഇതിനകത്ത്. അപ്പം അതല്ലാന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പച്ച മാറ്റമൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ, എല്ലാവരും കൂടെ കൂടിയാണ് ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ തൂത്ത് വാരുന്നതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മൾ തേങ്ങയൊക്കെ ആണെങ്കിൽ തിരുമ്മി കഴിഞ്ഞിട്ട് ഒരു കവറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിരട്ട. അപ്പോൾ ആണെങ്കിൽ ആ കവറാണെങ്കിൽ ദ്രവിച്ച് പോയിട്ട് തേങ്ങ എല്ലാം ചെറുപറാന്ന് പറഞ്ഞിട്ട് താഴെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അതെല്ലാം എടുത്തിട്ട് ആ ഒരു മതിലിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വീണ്ടും ഒരു കവറിലാക്കി. ഞങ്ങളുടെ ലവ് ബേർഡ്സ് ഇപ്പോൾ ആകെ 2 ഉള്ളൂ പാവങ്ങൾ. അപ്പോൾ ചൂടായ കാരണം നേരത്തെ ഞങ്ങൾ ലവ് ബേർഡ്സിനെ ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചൂടായ കാരണം കൊണ്ട് ബാക്കിൽ അങ്ങനെ വെക്കാതെ അതുങ്ങൾക്ക് അധികമാണെങ്കിലും അങ്ങോട്ട് വെയിലടിക്കത്തില്ല. അപ്പോൾ അതാണ് അതുങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് കേട്ടോ, ആ മാറ്റം കൊണ്ട് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേന് പൊടിയാണ് ഈ പറക്കുന്നത് കേട്ടോ. അത് കാരണം കൊണ്ടാണ് എല്ലാവരും മാസ്ക് വെച്ചേക്കുന്നത്. അതപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് മാറ്റൊക്കെ ആണെങ്കിൽ പുതുതായിട്ടൊക്കെ വിരിച്ച് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫൈനലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആണെങ്കിൽ ചുടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചുടാൻ വേണ്ടിയുള്ളത് എല്ലാം ക്ലീൻ ചെയ്ത് അത് മസാലയൊക്കെ പുരട്ടി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ പുരട്ടിയിട്ടാണെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയൊക്കെ സെറ്റാക്കിയത്. വിജയാനാണെങ്കിൽ തന്നെ കണ്ടോ എല്ലാം കത്തിക്കാനുള്ള സെറ്റപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിരട്ടയാണെങ്കിൽ ഇവിടെ തേങ്ങ നമ്മൾ മേടിച്ചിട്ട് ചിരകിയാണ് നമ്മൾ എടുക്കുന്നത്. അത് കാരണം കൊണ്ട് ചിരട്ട നമുക്ക് ആവശ്യത്തിന് അധികം കാണും. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ആ ഒരു ചാക്കിലിരിക്കുന്നത് കരിയാണ് കേട്ടോ. കരി നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. അതൊക്കെയാണെങ്കിൽ ആക്കി സെറ്റാക്കുകയാണ്.
ഇപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചൂട് കുറഞ്ഞു എന്ന് പറയാം, വലിയ തണുപ്പായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കരിയും അതുപോലെ വിറക് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കാണും. ഇതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ തീയൊക്കെ കത്തിക്കാൻ തുടങ്ങി. പുക വീശി വീശി കളഞ്ഞോട്ടെ. രണ്ടുപേരും നല്ല ഹാപ്പിയിലായിരുന്നു. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചിരട്ടയൊക്കെ വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ തീയൊക്കെ നന്നായിട്ട് ആളി കത്തുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഓരോ ഈ മറ്റേ കാർഡ്ബോർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് വീശാൻ വേണ്ടി ഇരിക്കുന്നു. പക്ഷേ ആദ്യം ഇത് വീശി കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് കത്തിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് കനൽ കത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചിക്കനൊക്കെ വേകണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചുടാൻ വേണ്ടി ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത്, അപ്പോൾ ആ സമയത്ത് ഈ കനൽ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് വീശി 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 കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ചൂടൊക്കെ വന്ന് അത് തീ കത്തി നിൽക്കരുത്. കത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതാ അത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഇനിയും നമ്മൾ ആ സാധനത്തിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചു, മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതെടുത്തത് നല്ല കട്ടിയുള്ളതാണ്. എന്നാ നമ്മൾ മസാലയൊക്കെ പുരട്ടി നല്ല ചിക്കൻ പീസ് തുട്ടിത്തുടാന്നിരിക്കുന്ന ചിക്കൻ പീസ് എടുത്തൊക്കെ വെച്ച് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച്, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞു. എനിക്ക് പേടിയാണ്, ഇത് പറക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കണ്ടോ നമ്മൾ എത്ര ചിക്കൻ പീസാണ് വേണ്ടേ? ഓക്കെ ആണോ മമ്മി? അല്ല, ഇതൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ഗൈസ്. അപ്പം നമ്മളിത് സെറ്റാണ്. എന്താ ഞങ്ങളുടെ ഇത് ചൂടാൻ പോവല്ല, ചൂടാൻ ഇപ്പം ചൂടാൻ ഏവലൊക്കെ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനലൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ആണെങ്കിൽ ഇനി എടുത്ത് വെക്കാൻ സമയമായി വരുന്നുണ്ട്. എഞ്ചു ആണെങ്കിൽ പപ്പായ്ക്കാണെന്ന് തോന്നുന്നു വീശി കൊടുക്കുന്നത്. നമ്മളുടെ ചിക്കൻ പകുതിയായോ? ഒന്ന് വാടിയെന്ന് പറയാം. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ. ഇതിനകത്ത് ഇടയ്ക്ക് ഞങ്ങൾ സാധാരണ പറയുന്നത് കൊണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് കേട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. ഇഞ്ചു പാട്ട് പാടുന്നുണ്ട്, കേൾക്കാവേ. എന്നാ വേണ്ട 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 വേണ്ട.
നമ്മുടെ ചിക്കൻ ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓഫാക്കട്ടെ. പാട്ടൊക്കെ നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഏഞ്ചി പാടുന്ന സമയത്ത് ഞങ്ങൾ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. കാരണം അവളാണെങ്കിൽ അറിയണ്ടെന്നോർത്ത് ഒരു ഫ്ലോ കളയണ്ടെന്നോർത്തു അവളുടെ. അത് കാരണം കൊണ്ട് അവൾ അങ്ങനെ പാടി പോയത് കേട്ടോ. അപ്പം ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ടാണെങ്കിൽ കുക്കുംബർ അരിഞ്ഞു, അതുപോലെ ഒരു ആപ്പിളൊക്കെ അരിഞ്ഞ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോസും അതുപോലെ മയോണൈസും ഒക്കെ ഉണ്ടായിരുന്നു. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ കാപ്പിയാണ് റെഡിയാക്കിയത്. നമ്മൾ ഈ കപ്പയൊക്കെ പുഴുക്ക് കഴിക്കുമ്പോൾ നമ്മളൊരു കട്ടൻ കാപ്പി റെഡിയാക്കത്തില്ലേ, അധികം അങ്ങോട്ട് മധുരമൊന്നും ഇല്ലാതെ, പിന്നെ പൊടിയാണെങ്കിൽ അധികം അങ്ങോട്ട് ചേർക്കാതെ ഒരു കട്ടൻ കാപ്പി ഒക്കെ ഇടത്തില്ലേ, അതുപോലൊരു കട്ടൻ കാപ്പിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ പുറത്തിരുന്ന് തന്നെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ചിക്കനൊക്കെ ആണെങ്കിലും മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത് എല്ലാവരും കൂടെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നമുക്കൊക്കെ ആണെങ്കിൽ ഹാപ്പിയായി. അപ്പോൾ ഈ വർഷം നമ്മൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ചിക്കൻ ചുടിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഏബലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എഞ്ചൂനാണെങ്കിൽ നല്ല കാപ്പിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പരുവാക്കിയിട്ടുണ്ട്. ഏബൽ ബൈ വരെ പറഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ ഈ കനലൊക്കെ കത്തിച്ചതെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് കെടുത്തുന്നുണ്ട് കണ്ടോ. വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേന് ചാരമൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കെട്ടുമെന്ന് കഴിഞ്ഞിട്ടേ നമ്മളാണെങ്കിൽ ഇവിടുന്ന് അകത്ത് കയറി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പാത്രങ്ങളെല്ലാം ആണെങ്കിൽ കഴുകി പറക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പാത്രങ്ങളങ്ങ് നമ്മൾ ഈ സദ്യ വെക്കുന്ന പോലൊന്നും ഇല്ലായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.